എല്ലാ പ്രായക്കാരും ഇഷ്ടപ്പെടുന്ന ഒരു ഈവനിങ് സ്നാക്കിന്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ചെറു ചൂടോടുകൂടി സെർവ് ചെയ്യാൻ സാധിക്കുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഗാർലിക് പൊട്ടറ്റോ റോൾസ്. ഇന്നും ഉണ്ടാക്കുന്ന സ്നാക്കിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഞാൻ നിഷ. വെൽക്കം ടു മൈ ചാനൽ ദ കോഫി മഗ്. ഗാർലിക് പൊട്ടറ്റോ റോൾസ് ഉണ്ടാക്കുന്നതിന് ആദ്യം ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കണം. അതിന് ഞാനിവിടെ മീഡിയം സൈസിലുള്ള 3 ഉരുളക്കിഴങ്ങ് നന്നായി കഴുകി നടുവേ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി വേവിച്ചെടുക്കണം. 3-4 സ്റ്റീമൊക്കെ വരുമ്പോഴേക്കും നന്നായി വെന്ത് കിട്ടും കേട്ടോ. ഇപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ ചൂടൊക്കെ ആറി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇതുപോലെ ബാക്കിയുള്ളവയും ചെയ്തെടുക്കാം. ഇനി ഒരു വലിയ ബൗളിലേക്ക് ഗ്രേറ്റ് ചെയ്തെടുത്ത ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഗ്രേറ്റ് ചെയ്ത വെളുത്തുള്ളി, ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 1 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മിക്സ് ഹെർബ്സ്. ഇപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇത് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്. ഇത് നാടൻ വറ്റൽമുളക് പൊടിച്ചെടുത്തതാണ്. എരിവ് നിങ്ങളുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. 2 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായി അരിഞ്ഞത്, 3 ടേബിൾ സ്പൂൺ മൈദ, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ. ഇവയെല്ലാം ചേർത്തിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അടുത്തതായി ഇതിലേക്ക് 1/2 കപ്പ് ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കൈ വെച്ച് നന്നായി കുഴച്ചെടുക്കണം. ഇപ്പോൾ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഷേപ്പ് ചെയ്തെടുക്കണം. ഷേപ്പ് ചെയ്യുന്നതിന് മുൻപ് കയ്യിൽ കുറച്ച് എണ്ണ പുരട്ടി കൊടുക്കുകയാണെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കും. ഇഷ്ടമുള്ള ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം കേട്ടോ. ഒത്തിരി വലുതായിട്ട് ഉരുട്ടിയെടുക്കരുത്. ഒത്തിരി വലുതാണെങ്കിൽ എണ്ണയിലിട്ട് വറുത്തെടുക്കുമ്പോൾ ഉൾവശം വെന്ത് കിട്ടില്ല. ആദ്യം ഉരുളിയായിട്ട് ഉരുട്ടിയെടുക്കണം. എന്നിട്ട് നീട്ടി ഷേപ്പാക്കിയെടുക്കാം. ഞാൻ ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇങ്ങനെ ബാക്കിയുള്ളവയും ചെയ്തെടുക്കണം. അടുത്തത് നമുക്ക് വറക്കുന്നതിന് മുൻപ് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കണം. അതിനാദ്യം ഒരു സ്ലറി ഉണ്ടാക്കിയെടുക്കണം. അതിന് ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 2 ടീസ്പൂൺ കോൺഫ്ലോറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കണം. കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 2.5 ടേബിൾ സ്പൂൺ വെള്ളം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ സ്ലറി റെഡി ആയിട്ടുണ്ട്. ഇനി ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന റോള് സ്ലറിയിൽ മുക്കിയെടുക്കണം. ഇനി ഇത് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കണം. ബാക്കിയുള്ളവയും ഇങ്ങനെ ചെയ്തെടുക്കണം. ഇപ്പോഴെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇവ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് ഞാനിവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ വെജിറ്റബിൾ ഓയിലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. എണ്ണ നന്നായി ചൂടായതിന് ശേഷം ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന റോൾസുകൾ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇവ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കണം. ഒരിക്കലും തീ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യരുത്. തീ കൂട്ടി വെച്ച് ഫ്രൈ ചെയ്താൽ പുറംഭാഗം പെട്ടെന്ന് ഫ്രൈ ആവുകയും ഉൾഭാഗം വെന്ത് കിട്ടുകയില്ല. അതുപോലെ തന്നെ തീ തീർത്ത് കുറച്ച് വെച്ചിട്ട് ഫ്രൈ ചെയ്യരുത്. തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്താൽ എണ്ണ കുടിക്കും. ഇപ്പോൾ ആദ്യത്തെ ബാച്ച് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ തന്നെ ബാക്കിയുള്ളവയും ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഗാർലിക് പൊട്ടറ്റോ റോൾസ് റെഡി ആയിട്ടുണ്ട്. ഒരെണ്ണം മുറിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളും ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നെ അറിയിക്കണേ.
ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്